വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം ബദല മിസ്സാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്, വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പലരുടെയും മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഏരിയ കൂടിയാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ എൻ്റെ കുഞ്ഞുങ്ങൾ. 3 സോൾട്ട് തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദം ആസ് അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട് ആൻഡ് ന്യൂട്രൽ സോൾട്ട്. അസിഡിക് ലവണം, ബേസിക് ലവണം, ന്യൂട്രൽ ലവണം എന്നിങ്ങനെ തരംതിരിക്കുക കേട്ടോ. അപ്പം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക മക്കളെ? ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും അതേപോലെ വീക്ക് ആയിട്ടുള്ള ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസിഡിക് ആയിട്ടുള്ള സോൾട്ടിനെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് HCl ആകാം, HNO3 ആകാം, H2SO4 ആകാം. വീക്ക് ബേസ് എന്ന് പറയുമ്പോൾ NH4OH, അമോണിയം ഹൈഡ്രോക്സൈഡ്. നിങ്ങൾക്ക് ഒരെണ്ണം എക്സാമ്പിൾ പഠിക്കാനുള്ളൂ. തൽക്കാലം ഇത്രയും എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് അസിഡിക് സോൾട്ട് കിട്ടും. ഇനി അതേപോലെ അടുത്തതാണ് സ്ട്രോങ് ആയിട്ടുള്ള ബേസും. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ബേസും വീക്ക് ആയിട്ടുള്ള ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സോൾട്ടിനെ കിട്ടും. ക്ലിയർ ആണോ? സോ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് എന്ന് പറയുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആകാം, അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആകാം, അതല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആകാം. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ബേസ്. ഇനി വീക്ക് ആസിഡിന് എക്സാമ്പിൾ വേണ്ടേ? H2CO3, കാർബോണിക് ആസിഡ്. പിന്നെ നമ്മുടെ കാർബോക്സിൽ ഗ്രൂപ്പ് വരുന്ന എല്ലാ ആസിഡുകളും എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, അതുപോലെയുള്ള എല്ലാ ആസിഡുകളും വീക്കാണ്. സോ ഞാനിവിടെ ആസറ്റിക് ആസിഡ് കൂടെ എഴുതാം കേട്ടോ. അപ്പോൾ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് സോൾട്ടിനെ കിട്ടും. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ന്യൂട്രൽ സോൾട്ടിനെ കിട്ടുക? 2 പേരും സ്ട്രോങ് ആണെങ്കിൽ. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ടിനെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എന്ന് പറഞ്ഞാൽ അവരുടെ pH 7 ആയിരിക്കും. അസിഡിക് സോൾട്ടിന്റെ pH എങ്ങനെയാണ് വരുന്നുണ്ടാവുക? pH എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ 7 ആയിരിക്കും. ഇനി ബേസിക് സോൾട്ട് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നുണ്ടാവുക? pH വിൽ ബി ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും കേട്ടോ. അത് ഓർത്ത് വെക്കുക. അപ്പം നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഓരോ സോൾട്ടുകളുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ മിസ് പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള സോൾട്ടിൽ സോഡിയം എന്ന് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ Na, സോഡിയം എന്ന് കാണുന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ, അത് NaOHൽ നിന്ന്, സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് മാത്രമേ സോഡിയത്തെ കിട്ടുള്ളൂ ഒരു സോൾട്ടിൽ. ഇനി നിങ്ങൾ അതേപോലെ സൾഫേറ്റ് എന്ന് കണ്ടാൽ ഓർത്ത് വെച്ചോ, അത് സൾഫ്യൂരിക് ആസിഡിൽ നിന്നാണ്. HCl കേട്ടോ, ക്ലോറിൻ എന്ന് കണ്ടാൽ ഓർത്ത് വെച്ചോ, അത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നാണ്. NO3, നൈട്രേറ്റ് കിട്ടണമെങ്കിൽ മക്കളെ അത് നൈട്രിക് ആസിഡിൽ നിന്നാണ്. CO3, കാർബണേറ്റ് കിട്ടണമെങ്കിൽ അത് കാർബോണിക് ആസിഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി NH4 എന്ന് പറഞ്ഞാൽ അമോണിയം അയോൺ, NH4+ ആണ് അമോണിയം അയോൺ. ആ NH4 എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുന്നത് ബേസ് ആയിരിക്കണം. ബേസ് ഏതായിരിക്കും? NH4OH ആയിരിക്കും. അതേപോലെ പൊട്ടാസ്യം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും അവിടെ എടുത്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് തന്ന ചോദ്യത്തിലേക്ക് ഒന്നും കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ NaCl ആണ് അല്ലേ? അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞേ, NaCl ഒരു സോൾട്ട് ആണ്. ഈ സോൾട്ട് കിട്ടണമെങ്കിൽ ഒരു ആസിഡും വേണം, ബേസും വേണം. ഏത് ആസിഡ് ആയിരിക്കും? ഏത് ബേസ് ആയിരിക്കും? സോഡിയം കിട്ടണമെങ്കിൽ നമ്മൾ ആരെ എടുക്കണ്ടേ? സോഡിയം കിട്ടണമെങ്കിൽ NaOH എടുക്കണം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ക്ലോറിൻ കിട്ടണമെങ്കിൽ ആരെ എടുക്കണം? ക്ലോറിൻ എവിടുന്നേ കിട്ടുള്ളൂ? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അടുത്തുനിന്നേ കിട്ടുള്ളൂ. അപ്പൊ NaOH ഒരു സ്ട്രോങ് ബേസാ, HCl ഒരു സ്ട്രോങ് ആസിഡാ. 2 പേര് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ടിനെ ആയിരിക്കും അല്ലേ? അപ്പോൾ NaCl എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ സോൾട്ട് ആണ്. അടുത്തതാരാ? Na2CO3, സോഡിയം കാർബണേറ്റ്. എഗെയിൻ ഇതുപോലെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സോഡിയം കിട്ടണമെങ്കിൽ ആരെ എടുക്കണം? സോഡിയം ഒരൊറ്റ ആളുടെ കയ്യിൽ കിട്ടുള്ളൂ, അത് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കയ്യിൽ നിന്നാണ്. ഇനി കാർബണേറ്റ് കിട്ടണമെങ്കിൽ എവിടെ പോകണം? കാർബണേറ്റ് കിട്ടണമെങ്കിൽ ഒരൊറ്റ ഒരാളെ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ, കാർബോണിക് ആസിഡ് അഥവാ H2CO3. ഇനി NaOH എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസാ.
കാർബോണിക് ആസിഡോ, കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. സോ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ബേസിക് സോൾട്ട് ആയിരിക്കും അല്ലെ. സോ Na2CO3 എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള സോൾട്ട് ആയിരിക്കും. ഇനി അടുത്ത ആള് NH4Cl ആണ്. NH4Cl എടുത്തു കഴിഞ്ഞാൽ മക്കളെ നോക്കുക, NH4 കിട്ടണമെങ്കിൽ ആരെടുക്കണമെന്ന് മിസ് പഠിപ്പിച്ചത് ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. NH4 എന്ന് കിട്ടണമെങ്കിൽ അവിടെ NH4OH എടുക്കണം. NH4OH ആരാണെന്ന് മക്കളെ നമ്മൾ പഠിച്ചത്? അതൊരു വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. സോ NH4 കിട്ടാൻ NH4OH എന്ന് പറയുന്ന ഒരു വീക്ക് ആയിട്ടുള്ള ബേസിനെ ഞാൻ എടുത്തു. ഇനി ക്ലോറിൻ കിട്ടണമെങ്കിൽ നമ്മൾ ആരെ എടുക്കേണ്ടത്? ക്ലോറിൻ കിട്ടണമെങ്കിൽ മറ്റാരുമല്ല, നമുക്ക് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം, വിച്ച് ഇസ് എ സ്ട്രോങ് ആസിഡ്. അപ്പൊ അമോണിയം ക്ലോറൈഡ് NH4Cl എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിന്റെയും വീക്ക് ആയിട്ടുള്ള ബേസിന്റെയും പ്രോഡക്റ്റ് ആണ് അല്ലെ. ആസിഡ് സ്ട്രോങ്ങും ബേസ് വീക്കുമാണ്. സോ ഇതൊരു അസിഡിക് സോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള ആൾക്കാരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലെ. NaCl ഒരു ന്യൂട്രൽ സോൾട്ട് ആണ്, Na2CO3 ഒരു ബേസിക് സോൾട്ട് ആണ്, NH4Cl ഒരു അസിഡിക് സോൾട്ട് ആണ്. റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുപോലെ നോക്കിക്കോ, K2SO4 പൊട്ടാസ്യം സൾഫേറ്റ് എന്ന് കണ്ടാൽ എന്താ ഓർക്കേണ്ടത്? പൊട്ടാസ്യം കിട്ടണമെങ്കിൽ നമ്മൾ ആരെ എടുക്കേണ്ട മക്കളെ? പൊട്ടാസ്യം കിട്ടണമെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സൾഫേറ്റ് എന്ന് കണ്ടാൽ ആരെ എടുക്കണം? സൾഫേറ്റ് കിട്ടണമെങ്കിൽ ഏത് ആസിഡ് എടുക്കണം? H2SO4 സൾഫ്യൂരിക് ആസിഡിനെ എടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും സ്ട്രോങ് ആണ്, സൾഫ്യൂരിക് ആസിഡും സ്ട്രോങ് ആണ്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് K2SO4 എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് pH പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം നിങ്ങൾ തെറ്റിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. എവിടെ ചോദ്യം? യെസ്, ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയസ് depicted in the given image ആണ്. ഓക്കെ, അമോണിയയുടെ പ്രിപ്പറേഷൻ ആണ്. വാട്ട് ഹാപ്പൻസ് ഇഫ് യു യൂസ് സൾഫ്യൂരിക് ആസിഡ് ആസ് ഡ്രൈയിങ് ഏജന്റ് ഇൻസ്റ്റെഡ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്? നോക്കിക്കേ, ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. കാൽഷ്യം ഓക്സൈഡിന് പകരം ശോഷകാരകമായിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നതാണ്. അപ്പൊ അമോണിയയുടെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് വേഗം ഓർത്തെടുക്കാം. അമോണിയ എന്ന് പറയുന്ന ആളെ നമ്മൾ എങ്ങനെയാ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുക? രണ്ടാൾക്കാർ വേണം അല്ലെ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വേണം, അതേപോലെ അമോണിയം ക്ലോറൈഡ് വേണം. ഇവരെ തമ്മിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അമോണിയ കിട്ടും, കാൽഷ്യം ക്ലോറൈഡ് കിട്ടും, അതേപോലെ കുറച്ച് വാട്ടറും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ലബോറട്ടറിയിൽ അല്ലെങ്കിൽ പരീക്ഷണശാലയിൽ അമോണിയ എന്ന് പറയുന്ന വാതകത്തെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്ന അമോണിയെ നമ്മളൊരു ഡ്രൈയിങ് ടവറിലൂടെ കടത്തിവിടും അല്ലെ, ഒരു ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിടും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രൈയിങ് ടവറിലൂടെ നമ്മൾ കടത്തിവിടുന്നത്? ആ ഡ്രൈയിങ് ടവറിന്റെ ഉള്ളില് കാൽഷ്യം ഓക്സൈഡ് അഥവാ ക്യുക്ക് ലൈം ഉണ്ട് അല്ലെ. ക്യുക്ക് ലൈം അല്ലെങ്കിൽ നീറ്റുകക്ക എന്നൊക്കെ പറയുന്ന ആൾ ഇവിടെ ഉണ്ട്. ഇവൻ എന്താ ചെയ്യാ? ഇവൻ ഇവിടുത്തെ ഡ്രൈയിങ് ഏജന്റ് ആണ് അല്ലെ. എന്താ ഡ്രൈയിങ് ഏജന്റ്? ശോഷകാരകം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഹെൽപ്സ് ടു റിമൂവ് ദ മോയ്സ്ചർ. ജലാംശത്തെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡ്രൈയിങ് ടവറിലൂടെ നമ്മൾ ഇവനെ കടത്തിവിടുക. ഇങ്ങനെ കിട്ടുന്ന അമോണിയ ഗ്യാസിനെ നമ്മളൊരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിലേക്കാണ് ശേഖരിക്കുന്നത് അല്ലെ. ഒരു തല തിരിച്ചു വെച്ച പാത്രത്തിലേക്കാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ബിക്കോസ് അമോണിയ ഈസ് ലെസ് ഡെൻസർ ദാൻ എയർ. അമോണിയയുടെ സാന്ദ്രത വായുവിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് തല തിരിച്ചു വെച്ച പാത്രത്തിലാണ് നമ്മൾ അമോണിയനെ എപ്പോഴും ശേഖരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. അപ്പൊ ചോദ്യം എന്താ നമ്മളോട് പറഞ്ഞത്? ഇവിടെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ക്യുക്ക് ലൈമിന് പകരം സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചൂടെ എന്നാണ് നമ്മളോട് ചോദിച്ചത്. സൾഫ്യൂരിക് ആസിഡിനെ ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അമോണിയയുടെ നേച്ചർ എന്താ? അമോണിയ എന്ന് പറയുന്ന ആള് ഒരു ബേസ് ആണ്. H2SO4 എന്ന് പറയുന്ന ഒരാള് ആസിഡ് ആണ് അല്ലെ. ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ സംഭവിക്കും അല്ലെ, അല്ലെങ്കിൽ നിർവീരീകരണ പ്രവർത്തനം സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് അവർ ആരായിട്ടാ മാറുക? സോൾട്ടും അതേപോലെ വാട്ടറുമായിട്ട് മാറും. അപ്പൊ അമോണിയ വാതകത്തെ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിട്ടാൽ അമോണിയ സൾഫ്യൂരിക് ആസിഡുമായിട്ട് നിർവീരീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടും. എന്താ കാരണം? അമോണിയ
അമോണിയ ഒരു ബേസ് ആണ്, സൾഫ്യൂരിക് ആസിഡ് ഒരു ആസിഡ് ആണ് അല്ലെ. അങ്ങനെ ലവണവും വാട്ടറുമായിട്ട് ജലവുമായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സൾഫ്യൂരിക് ആസിഡിനെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ നോ ആണ് ഉത്തരം അല്ലേ. സൾഫ്യൂരിക് ആസിഡിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ റീസൺ ആണിത്. സോ ജസ്റ്റ് ഇക്വേഷൻ കൂടെ മിസ് പറഞ്ഞുതരാം. ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, എന്നാലും നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് ഇക്വേഷൻ കൂടെ മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. NH3 എന്ന് പറയുന്ന അമോണിയ H2SO4 എന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം സൾഫേറ്റ് ആയിട്ടാണ് മാറുക കേട്ടോ. അമോണിയം സൾഫേറ്റ് എന്ന് പറയുമ്പോഴേക്കും NH4 ട്വൈസ് SO4 ആണ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് വാട്ടറും കിട്ടും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇക്വേഷൻ പഠിക്കാനില്ല, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് പ്രോസസ്. രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. അപ്പൊ അമോണിയയുടെ പ്രിപ്പറേഷന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത അമോണിയ കാൽഷ്യം ക്ലോറൈഡും വാട്ടറുമായിട്ട് മാറുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, അമോണിയയുടെ ഏതെങ്കിലും ഒരു ഉപയോഗം, ഏതെങ്കിലും ഒരു യൂസ് പറഞ്ഞാൽ മതി. പ്രിപ്പറേഷൻ ഓഫ് നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ് അല്ലെ. നൈട്രജനസ് വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അമോണിയനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിന്റെ എല്ലാ കോമ്പൗണ്ടുകളിലെ യൂസസ്, അമോണിയ മാത്രമല്ല സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഉണ്ട്, HCl അങ്ങനെ കുറെ പേരുടെ യൂസസ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും യൂസസ് കൃത്യമായിട്ട് എൻ്റെ കുട്ടികളൊന്ന് വായിച്ചു വെക്കുക. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ യൂസസ് ചോദിക്കുമെന്ന് മിസ്സിന്റെ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക, ഒരു 2 പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ഇത് ക്ലിയർ ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം എന്താ, ഇതിലെ എയും ബിയും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ഏത് പ്രോസസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സൾഫർ ലാസ്റ്റ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറുന്നു. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ളത് കോണ്ടാക്ട് പ്രോസസ് ആണ് അല്ലെ. കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ കോണ്ടാക്ട് പ്രോസസ്സിൽ എന്താ സംഭവിക്കുക? ഒന്നാമത്തെ സ്റ്റെപ്പില് സൾഫറും ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറും. രണ്ടാമത്തെ സ്റ്റെപ്പില് ഈ സൾഫർ ഡയോക്സൈഡ് വീണ്ടും കുറച്ച് ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഈ രാസപ്രവർത്തനം, ഈ ഒരു സ്റ്റെപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാറ്റലിസ്റ്റ് വേണം. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാ? കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയയിലെ ഉൾപ്രേരകം എന്ന് പറയുന്നത് V2O5 വനേഡിയം പെന്റോക്സൈഡ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പില് ഈ സൾഫർ ട്രയോക്സൈഡിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ മിക്സ് ചെയ്ത് H2S2O7 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഒലിയമാക്കി മാറ്റും. ഓക്കെ, H2S2O7 അല്ലെങ്കിൽ ഒലിയമാക്കി മാറ്റും. ഈ ഒലിയത്തെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റുക. സോ ലാസ്റ്റ് സ്റ്റെപ്പില് H2S2O7 എന്ന് പറയുന്ന ഒലിയത്തെ നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ആക്കി H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, എൻ്റെ ഒപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ പറയണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ സൾഫറും ഓക്സിജനും ചേർന്ന് സൾഫർ ഡയോക്സൈഡ് ആയി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന് സൾഫർ ട്രയോക്സൈഡ് ആയി. ഇവിടെയാണ് V2O5 വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് അഥവാ ഉൾപ്രേരകത്തെ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ സൾഫർ ട്രയോക്സൈഡിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് മിക്സ് ചെയ്ത് H2S2O7 എന്ന് പറയുന്ന ഒലിയമാക്കി മാറ്റി. ഈ ഒലിയത്തെ ആവശ്യാനുസരണം നമ്മുടെ നീഡ് അനുസരിച്ച് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റും. അപ്പൊ ഇവിടുന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ വരാം കേട്ടോ. ഈ ഒരു SO3 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ഡിസോൾവ് ചെയ്താലും സൾഫ്യൂരിക് ആസിഡ് കിട്ടും. പക്ഷെ SO3 ഡയറക്റ്റ് ആയിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ബിക്കോസ് SO3 വാട്ടറുമായിട്ട് കൂടി ചേരുന്നത് ഒരു ഹൈലി എക്സോതെർമിക് പ്രോസസ് ആണ്. SO3 ജലവുമായിട്ടുള്ള രാസപ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെക്കുക. സോ എനിവേ ഇവിടെ എയും ബിയും ആരാണെന്നാണ്. എ എന്ന് പറഞ്ഞാൽ ആരാ? SO2O2 ആയിട്ട് കൂടിച്ചേരുന്നു. സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ആളാണ് എ എന്ന് പറയുന്നത്. അയാൾ ആരാ മക്കളെ? അയാളാണ് SO3 സൾഫർ ട്രയോക്സൈഡ്. ഇനി ബി എന്ന് പറയുന്നത് H2S2O7 എന്ന് പറഞ്ഞാൽ ഒലിയം. ഒലിയത്തെ ആരുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് മക്കളെ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുക? ഒലിയത്തിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് സൾഫ്യൂരിക് ആസിഡിനെ കിട്ടുക. സോ ബി എന്ന് പറയുന്ന ആള് ഇവിടെ H2O ആയിരിക്കും അല്ലെ, വാട്ടർ ആയിരിക്കും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ SO3, ബി എന്ന് പറയുന്നത് H2O.
അടുത്ത ചോദ്യം, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ ബ്ലൂ കോപ്പർ സൾഫേറ്റിലേക്ക് ഒഴിച്ചു, എന്താണ് റിസൾട്ട്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് ഉണ്ട് ബ്ലൂ കളറിൽ, അതിലേക്ക് സൾഫ്യൂരിക് ആസിഡിനെ ഒഴിച്ചു, എന്താണ് നിരീക്ഷണം? നിങ്ങളുടെ ഉത്തരത്തെ സാധൂകരിക്കുക. എന്താ മക്കളെ സംഭവിക്കുക? നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറയുന്നത് അല്ലെ. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ അഥവാ നിർജലീകരണ ഗുണം എന്ന് പറഞ്ഞാൽ കെമിക്കലി ബോണ്ടഡ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂളിനെ അല്ലെങ്കിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും വാട്ടർ ആക്കി മാറ്റി റിമൂവ് ചെയ്യാൻ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന് സാധിക്കും. ഇതാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ അല്ലെങ്കിൽ നിർജലീകരണ ഗുണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ കോപ്പർ സൾഫേറ്റ് CuSO4.5H2O, ഈ 5H2O ആണ് നമ്മുടെ കെമിക്കലി ബോണ്ടഡ് വാട്ടർ മോളിക്യൂൾ. അപ്പൊ ഇതിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ ഒഴിച്ചു കഴിയുമ്പോൾ ഈ വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്യും. ഈ വെള്ളം ഉള്ളത് കൊണ്ടാണ് കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ ഉണ്ടാവുന്നത്. സോ നമ്മൾ കോപ്പർ സൾഫേറ്റിലേക്ക് സൾഫ്യൂരിക് ആസിഡിനെ ഒഴിച്ചു കഴിയുമ്പോൾ അത് കോപ്പർ സൾഫേറ്റും പിന്നെ വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറും. സോ ബ്ലൂ കളർ മാറിയിട്ട് അവിടെ കളർലെസ് ആയിട്ട് മാറും കേട്ടോ. ബ്ലൂ കളർ മാറി അവിടെ കളർലെസ് ആയിട്ട് നമ്മുടെ കോപ്പർ സൾഫേറ്റ് മാറുകയാണ്. അപ്പൊ ഇത് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ആണ്. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറിന്റെ മറ്റ് എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്, പഞ്ചസാര, ഗ്ലൂക്കോസ്, ഇതിലേക്കൊക്കെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോൾ അവിടെ ബ്ലാക്ക് കളറാ ഫോം ചെയ്യുക, കാർബൺ ആയിട്ട് മാറും അല്ലെ. ഗ്ലൂക്കോസ് ആണെങ്കിലും നമ്മുടെ ഷുഗർ ആണെങ്കിലും ഒക്കെ അത് കാർബൺ ആയിട്ട് മാറും. സോ ബ്ലാക്ക് കളർ ആയിട്ടാണ് മാറുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റു പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, പിന്നെ ലവണങ്ങളുമായിട്ട് സോൾട്ടുകളുമായിട്ടുള്ള റിയാക്ഷൻ, ഓക്സിഡൈസിങ് റിയാക്ഷൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. മക്കളെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡസ് ദ ഗ്രാഫ് റെപ്രസെന്റ്? ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണ്? ഇങ്ങനെ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്, പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആയിട്ട് മാറുന്നുണ്ട്, അഭികാരകം ഉൽപ്പന്നവും ആവുന്നുണ്ട്, ഉൽപ്പന്നം തിരിച്ച് അഭികാരകമായിട്ട് മാറുന്നുണ്ട് അല്ലെ. സോ ഇത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇവിടെ തന്നിട്ടുള്ളത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഉഭയദിശാ പ്രവർത്തനത്തിന്റെ ഗ്രാഫാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി മക്കളെ ഫോർവേഡ് റിയാക്ഷനെ കാണിക്കുന്നത് ഏത് പാർട്ടാണ്? ഫോർവേഡ് റിയാക്ഷൻ പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. എപ്പോഴും ഓർത്തിക്കുക, മുകളിൽ കാണുന്നതാണ് ഫോർവേഡ് റിയാക്ഷൻ, താഴെയുള്ളതായിരിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ ഈ ഒരു പാർട്ടിലെ എ മുതൽ പി വരെയുള്ള ആ ഒരു പാർട്ടായിരിക്കും നമ്മുടെ ഫോർവേഡ് റിയാക്ഷന്റെ പാർട്ട് എന്ന് പറയുന്നത്. ഈ പി മുതൽ ബി വരെയുള്ള ഈ ഒരു പാർട്ടായിരിക്കും ബാക്ക്വേർഡ് റിയാക്ഷന്റെ പാർട്ട് എന്ന് പറയുന്നത്. സോ AP എന്ന് പറയുന്ന ഏരിയ ആണ് ഫോർവേഡ് റിയാക്ഷനെ സൂചിപ്പിക്കുന്നത്. അടുത്തത് PQ എന്ന് പറയുന്ന പാർട്ട് എന്തുകൊണ്ടാണ് പാരലൽ ആയത്? ബിക്കോസ് PQ എന്ന പാർട്ട് ആരെയാ മക്കളെ സൂചിപ്പിക്കുന്നത്? ഈ P എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം, രാസസന്തുലിതാവസ്ഥ. പിയുടെ പ്രത്യേകത എന്താ? ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഒരുപോലെയായില്ലേ. പുരോ പശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്ക് അവിടെ ഒരേപോലെ ആയിരിക്കുകയാണ്. സോ അത് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഫോർവേഡ് റിയാക്ഷനെ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്നത്. അപ്പൊ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം കേട്ടോ. അത് ആ ഒരു 4-5 പോയിന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അത് കൃത്യമായിട്ട് എൻ്റെ കുട്ടികൾ വായിക്കുക. അപ്പൊ മക്കളെ ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ ബാക്കി ചോദ്യങ്ങളെല്ലാം എന്താ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഏഷ്യാനെറ്റ് ക്ലിയറിലൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് വൈകിട്ട് 7 മണിക്കത്തെ നമ്മുടെ മെഗാ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കുക, കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക, എന്നിട്ട് ഉഷാറായിട്ട് നമ്മുടെ 7 മണിയുടെ ലൈവിലേക്ക് വരിക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.